ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും കൂടെ രാവിലെ ഞങ്ങൾ കായംകുളത്ത് പോയായിരുന്നു. കായംകുളത്ത് പോയപ്പം കുറച്ച് തയ്യലിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ്. ആ പോയ സമയത്ത് ഞാൻ കുറച്ച് ഈ മൈക്കുമൊക്കെ ഉടുപ്പിൽ കുത്തിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കുറേ വീഡിയോ എടുത്തു. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയത്. അപ്പോൾ ആ സ്കൂട്ടറിൻ്റെ സ്കൂട്ടറിൻ്റെ സ്പീഡ് നിമിത്തം കാറ്റ് ഭയങ്കരമായിട്ട് ഈ മൈക്ക് വന്ന് തട്ടിയിട്ട് ഞാൻ പറയുന്നതൊന്നും മൈക്കിനകത്ത് കൂടെ കേൾക്കത്തില്ല. മറിച്ച് ഈ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ലെന്നേ. അത് കാരണം കുറേ വീഡിയോസ് ഞാൻ എടുത്തു. പിന്നെ അതെല്ലാം ഞാനങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ രാവിലെ. പിന്നെ ഞാനിപ്പോൾ സന്ധ്യയ്ക്ക് നാമജപമൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. നാമജപമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വന്നിരുന്നപ്പോൾ ഓർത്തു ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. ഞാൻ നേരത്തെ എൻ്റെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞങ്ങൾ നേരത്തെ ബഹറിലായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് ഞാനിതുപോലെ തന്നെ ഇവരെല്ലാം അങ്ങ് പോയി. അന്നൊക്കെ ഞാൻ രാവിലെ മോനൊക്കെ സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വിഷ്ണു സഹസ്രനാമം ഇരുന്ന് വായിക്കും. പിന്നെ ഭഗവത്ഗീതയുടെ അർത്ഥം കൂടെ ഉള്ള ഒരു പുസ്തകമുണ്ട്, അതും ഇരുന്ന് കുറേ സമയം ഇങ്ങനെ വായിക്കും. അതിനകത്തിൽ എനിക്ക് തോന്നുന്നു കുറേ അധ്യായങ്ങൾ ഞാൻ ഭഗവത്ഗീത അർത്ഥം കൂടെ ഉള്ളതായതുകൊണ്ട് ഇരുന്ന് കുറേ ഇങ്ങനെ വായിക്കും. അപ്പം അത് പിന്നെ ഇടയ്ക്ക് ഒരു 2003 ആയപ്പോൾ ഞാൻ പിന്നെ അതങ്ങ് നിർത്തിയായിരുന്നു. നിർത്തിയത് വേറൊന്നും കൊണ്ടല്ല, ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴേ ഞാൻ അതങ്ങ് തടസ്സപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നിന്നപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം ഞങ്ങളിങ്ങനെ നാട്ടിൽ വന്ന് ഇവിടെ സെറ്റിലായപ്പോഴും നമുക്ക് മൈൻഡ് അങ്ങോട്ട് ശരിയാവുന്നേയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, എല്ലാ ദിവസവും അമ്പലത്തിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചുറ്റുവിളങ്ങര പോവുക, അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് അങ്ങോട്ട് ശരിയാവുന്നേയില്ല. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിട്ട് വല്ലാതെ അങ്ങ് ടെൻഷനാകുമായിരുന്നു. അയ്യോ എങ്ങനാകും, പുള്ളിക്കാരനാണ് വേറെ ജോലിയൊന്നും ആയില്ല. എനിക്കാണെങ്കിലും ഞാൻ അവിടെ വെച്ച് തയ്ക്കുമായിരുന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ എന്നെ അങ്ങനെ ആൾക്കാരൊന്നും അറിയുന്നില്ലല്ലോ. അറിയാത്തതുകൊണ്ട് എനിക്ക് തയ്യലും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും, ഇങ്ങനെ ആയാലും എന്തോ ചെയ്യുമെന്ന് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പം ഞങ്ങളോട് പലരും പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു കട എടുക്കുക, ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്നൊക്കെ പലരും പറഞ്ഞെങ്കിൽ അതിനൊന്നും ഉള്ള ഒരു മൈൻഡ് സെറ്റൊന്നും ശരിയാവാത്തത് കാരണം ഞങ്ങൾ ആ തയ്യലിൻ്റെ കാര്യവും അല്ലെങ്കിൽ ഒരു കട എടുക്കാനൊക്കെ ഒത്തിരി നോക്കിയതാണ്. ഒരുപാട് കടകളൊക്കെ പോയി കണ്ടു. പിന്നെ നമ്മളൊന്ന് അഡ്വാൻസ് കൊടുക്കാം, അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഡിപ്പോസിറ്റ് ഇത്ര രൂപ, വാടക ഇത്ര രൂപ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ഒരു വരുമാനം വന്നില്ലെങ്കിൽ നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പിന്നെ തന്നെയല്ല നമ്മളെ കൊണ്ടത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ കടം എടുത്ത് നമുക്കൊരു ബിസിനസ് തുടങ്ങാനൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. അതായത് കടം മേടിച്ച് ഒരു ബിസിനസ് തുടങ്ങാനൊന്നും ഉള്ള വലിയൊരു താല്പര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്ത് ചെയ്യാനും അതൊരു റിസ്ക് പോലെ ഞങ്ങൾക്കൊരു ഭയം. നമ്മളത് എടുത്ത് കഴിയുമ്പോൾ എന്താകും എങ്ങനെയാകും എന്നൊക്കെയുള്ള ഒരു പേടി, അത് വേറെ. അങ്ങനെ ഞങ്ങൾ ബിസിനസ്സൊന്നും ചെയ്യാതെ ഇങ്ങനെ അപ്പോൾ എനിക്ക് ഈ നാട്ടിലെ റേറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ഞാനൊരു 1-2 പോയി ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എല്ലാം കഴിഞ്ഞിട്ട് എന്തോ എനിക്കിതിനോടൊന്നും ഒരു തീരുമാനം എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന് പിന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ പതുക്കെ ഈ ഫോണിനകത്ത് ഇങ്ങനെ പ്രഭാഷണങ്ങളും അതും ഇതുമൊക്കെ കണ്ട് പിന്നെ എൻ്റെ മനസ്സിലങ്ങ് തോന്നി, വലിയ വിഷ്ണു സഹസ്രനാമം നിത്യം ചൊല്ലാം. അത് ചൊല്ലി കഴിയുമ്പോൾ അപ്പോൾ അപ്പോഴത്തേനൊക്കെ ഒരുവിധം എനിക്കങ്ങ് ബൈ ഹാർട്ടായിരുന്നു ഇത് കേട്ടോ. വേറെ വെച്ച് ഞാനിങ്ങനെ നിരന്തരം ചൊല്ലി എനിക്കതങ്ങ് കാണാതായി, മനസ്സിലങ്ങ് കാണാപ്പാഠം പഠിച്ച്. പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഞാൻ ഇനി ഇതെന്നും ചൊല്ലും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ പിന്നെ വൈകുന്നേരം കുളിച്ചിട്ട് വിളക്കിൻ്റെ മുമ്പിലിരുന്ന് 1/2 മണിക്കൂർ ഞാൻ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി.
എനിക്കിതിൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അങ്ങ് ഭയങ്കര എന്തോ ഒരു വലിയൊരു സ്ഥാനത്തെത്തിയോ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ മനസ്സിൽ ഈ ഒരു എൻ്റെ ഒരു അനുഭവം പറയാനാണെങ്കിൽ, കടൽ ഇങ്ങനെ തിരമാല അടിക്കത്തില്ലേ, കടലിൽ തിരമാല അടിക്കുന്ന പോലെ കിടന്ന മനസ്സങ്ങ് ഇല്ല, തിരമാല ഇല്ലാത്ത ഒരു മനസ്സ് പോലെ അങ്ങ് ശാന്തമായി. ഫസ്റ്റ് എനിക്കുണ്ടായ ഒരു അനുഭവം അതാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സങ്ങ് ശാന്തമായി. പിന്നെ ഞങ്ങളിവിടെ 2011 വീട് വെച്ച് കയറി താമസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആരോ കൊടുത്തതായി വിഷ്ണു സഹസ്രനാമം. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ വായിക്കാൻ, അങ്ങനെ ഈ സഹസ്രനാമം ഒന്നും വായിക്കാനൊന്നും, ഇപ്പം അമ്മ വായിക്കും കേട്ടോ, അന്നൊന്നും അമ്മയൊന്നും വായിക്കത്തൊന്നുമില്ല. അമ്മയ്ക്കൊന്നും അത്രയ്ക്കൊന്നും അറിവൊന്നുമില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ, അമ്മയ്ക്ക് ഇത് എവിടുന്നോ ഫ്രീ ആയിട്ട് എവിടോ സപ്താഹ സ്ഥലത്തെങ്ങാണ്ട് കിട്ടിയതാണ്. അമ്മ അന്നേരം വലിയ കാര്യത്തെ എനിക്ക് കൊണ്ട് തന്നു. മോളെ നീ ഇരുന്ന് വായിക്കടി കുഞ്ഞേന്നും പറഞ്ഞു. ഞാനുണ്ടല്ലോ ഇതെടുത്തൊന്ന് തുറന്ന് നോക്കിയത് മാത്രമേ എനിക്കറിയൂ. ഞാൻ പറഞ്ഞു, ഓ എനിക്കങ്ങും വേണ്ട, ഇതൊന്നും വായിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര എന്തൊക്കെയോ ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചേക്കുന്നു. അപ്പം ഞാനതെടുത്ത് അങ്ങ് മാറ്റി അങ്ങ് വെച്ച് ഞാൻ പിന്നെ തുറന്ന് നോക്കിയിട്ടേ ഇല്ല. പക്ഷേ ഉണ്ടല്ലോ ഇപ്പം അത് മൊത്തം എനിക്ക് കാണാതെ എനിക്ക് ചൊല്ലാനും അറിയാം. പക്ഷേ ഇന്ന് ആ ഒരു പുസ്തകം നോക്കിയാണെന്ന് ഞാൻ ചൊല്ലുന്ന ഭഗവാൻ ഒരു സമയത്ത് ഞാനത് നിന്ദിച്ചത് കൊണ്ടായിരിക്കും ഇന്നത് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നും ചൊല്ലുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കേൾക്കാനും അറിയാനും നമുക്കങ്ങ് തോന്നുവാണ്. ഞാൻ പഠിച്ചതെന്നറിയാവോ, ഞാൻ നമ്മുടെ യൂട്യൂബിൽ സുസ്മിത ജഗദീശൻ്റെ എൻ്റെ ഷോർട്സിനകത്തൊക്കെ ഞാൻ പുള്ളിക്കാരിയുടെ വോയിസ്, പിന്നെ പുള്ളിക്കാരിയുടെ ആ ശബ്ദം എടുത്ത് ഞാൻ റീൽസും ഷോർട്സും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അവരുടെ ആ ശബ്ദം, അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിക്ക് പോലും ഇത്രയും ശബ്ദമാധുര്യം എനിക്ക് തോന്നിയിട്ടില്ല പുള്ളിക്കാരിയുടെ ആ ശബ്ദത്തിൻ്റെ മേളിൽ. സുസ്മിത ജഗദീശൻ എന്ന് പറയുന്നൊരു പുള്ളിക്കാരിയുടെ, ഒരു ദുബൈയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവരുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥസഹിതം അത് പ്ലേലിസ്റ്റ് ഇതാക്കിക്കൊണ്ട് അതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട് ഓരോന്ന്. ഞാനത് ആദ്യ സമയത്തൊക്കെ ബഹറിലായിരുന്നപ്പോൾ ഒത്തിരി സമയമൊക്കെ ഉണ്ടല്ലോ വെറുതെ ഇരിക്കുമ്പോൾ ഞാനതെടുത്ത് വെച്ചിട്ട് അതിനകത്ത് നിന്ന് ഞാനിങ്ങനെ ഓരോ അർത്ഥസഹിതം കേട്ട് 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 പഠിച്ചാണ് ഞാൻ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പഠിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അവരുടെ ഹരിനാമ കീർത്തനമൊക്കെ ഒന്ന് കേൾക്കണം, എന്തൊരു സുഖമാണെന്നറിയാമോ. നമുക്കതിനകത്തെ ഓരോ സ്റ്റാൻസ് അവർ പാടുമ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞ് നമുക്കിങ്ങനെ അത് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലൊന്നും MS സുബ്ബലക്ഷ്മിയോ പീലീലയുടെയോ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഞാൻ എൻ്റെ കൊച്ചിലെയൊക്കെ അമ്പലങ്ങളിലെ ഈ ഹരിനാമ കീർത്തനം കേൾക്കുമ്പോൾ അതെന്തോ അവരതിനകത്ത് പാടുന്നതിനകത്തൊക്കെ അവരൊക്കെ പാടുന്ന വരികൾ എന്തൊക്കെയാണെന്നും എന്തോ അവർ പറയുന്നതെന്നൊന്നും നമുക്ക് ക്ലിയർ ആകത്തില്ല. പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ രാവിലെ ഹരിനാമ കീർത്തനം വയ്ക്കത്തില്ലേ, നമുക്ക് അവരെന്തുവാ പറയുന്നതെന്ന് പോലും മനസ്സിലാകത്തില്ല. പക്ഷേ ഈ പുള്ളിക്കാരിയുടേത് ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു സുഖമാണെന്നറിയാമോ. നിങ്ങളൊക്കെ ആ ചാനലൊന്ന് കയറി നോക്കി അതൊന്ന് കേൾക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നല്ലൊരു ആത്മീയ ഗുരുവാണെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്ര സുഖം അവരുടെ ഹരിനാമ കീർത്തനം, വിഷ്ണു സഹസ്രനാമം, അതുപോലെ ഓരോ കാര്യങ്ങൾ ഇഷ്ടം പോലെ വീഡിയോസ് പുള്ളിക്കാരി ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ അതും എപ്പോഴും കാണുന്ന ഒരു ചാനലാണ്. അപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് മനസ്സിനൊരു സമാധാനവും ശാന്തിയും, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത് കൂടാതെ ഒരാൾ, അതുപോലെ ഈ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ശരത്ജിയുടെ ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ പറയത്തില്ലേ, ഭഗവാനെ നമ്മളൊരു പിന്നെ എന്താ പറയുന്നത്, ഒരു ഡിവൈൻ പവറുള്ള ഒരു വ്യക്തിയായിട്ട് കാണാതെ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിട്ട് നമ്മളെപ്പോഴും കണ്ട് ആ രീതിയിൽ നമ്മൾ ഭഗവാനുമായിട്ട് നേരിട്ട് നമ്മൾ ഇടപഴകുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയോ, ഞാനിങ്ങനെ പറഞ്ഞങ്ങ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ഭഗവാന്റെയൊക്കെ ഓരോരോ കഥകളൊക്കെ എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു കഥകളൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊക്കെ ഉണ്ട്. അത് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് എനിക്കൊന്ന് ഇട്ടേക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ കഥകളൊക്കെ പറയാതെ, കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനത് ഭഗവാന്റെ ഓരോ കഥകളൊക്കെ ഞാൻ കൊച്ചിലെയൊക്കെ വായിച്ചതും പഠിച്ചതും എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ പറയാൻ എനിക്കും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ടിടണം കേട്ടോ. അപ്പം ഞാൻ
കഥകളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതിയേ. ഞാനാണെങ്കിൽ രാവിലെ നല്ലതായിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തതാണ്, പക്ഷേ അത് വോയിസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത് കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. നാളെ രാവിലെ ഞാൻ കുറച്ച് നല്ല വീഡിയോ ഒക്കെ ഇടാവേ. അപ്പം ബൈ.